ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ അഞ്ചാമത്തെ രാശിയായ ചിങ്ങരാശി. ചിങ്ങരാശിയുടെ ഓഗസ്റ്റ് മാസത്തെ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റും നവഗ്രഹങ്ങൾ തരുന്ന ഫലങ്ങളും എന്തൊക്കെയെന്ന് നോക്കാം. 2025 ഓഗസ്റ്റ് മാസത്തിലെ നിങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ദാമ്പത്യ ജീവിതം, സ്നേഹബന്ധം, ജോലി, ബിസിനസ് എല്ലാം എങ്ങനെയെന്ന് അറിയാം. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങളും അതുപോലെ തന്നെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും. ഗ്രഹങ്ങളുടെ ഗോചരസ്ഥിതി എന്താണെന്ന് നോക്കാം. 1ാമത്തെ ഹൗസിൽ കേതു, 2ാമത്തെ ഹൗസിൽ ചൊവ്വ, 7ാമത്തെ ഹൗസിൽ രാഹു, 8ാമത്തെ ഹൗസിൽ ശനി, 11ാമത്തെ ഹൗസിൽ ശുക്രനും വ്യാഴവും, 12ാമത്തെ ഹൗസിൽ സൂര്യനും ബുധനുമാണ്. ചിങ്ങരാശിയുടെ സ്വാമിയായ സൂര്യൻ ഇത്തവണ 12ാം ഹൗസിലാണ്. സൂര്യനോടൊപ്പം ബുധനുമുണ്ട്. നിങ്ങളുടെ വിദ്യാഭ്യാസം നോക്കുന്നത് 5ാമത്തെ ഹൗസാണ്. അപ്പോൾ 5ാമത്തെ ഹൗസിൻ്റെ സ്വാമിയായ വ്യാഴം 11ാം ഹൗസിലാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 7ാമത്തെ ഹൗസിലും ഉണ്ട്, 5ാമത്തെ ഹൗസിലുമുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് നല്ലതല്ല, വളരെ വളരെ നല്ലതായ ഒരു അനുകൂലമായ സമയമാണ് ഈ സമയം. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോടൊപ്പം ശുക്രൻ്റെ ദൃഷ്ടിയും ഉണ്ട്. ഓഗസ്റ്റ് 17 ശേഷം എന്തെങ്കിലും എക്സാം, ഗവൺമെൻറ് റിലേറ്റഡ് എന്തെങ്കിലും എക്സാം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ കൂടെ ആയിരിക്കും വിജയം. അപ്പോൾ ഇതുകൂടാതെ എഡ്യൂക്കേഷൻ സംബന്ധിച്ച് എന്തെങ്കിലും വലിയ ഡിസിഷൻ എന്തെങ്കിലും എടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഓഗസ്റ്റ് 17 ശേഷം ചെയ്യുക. തീർച്ചയായും അത് നല്ല രീതിയിൽ തന്നെ, നല്ല വിജയത്തിൽ തന്നെ കലാശിക്കും. നിങ്ങളുടെ ആരോഗ്യം നോക്കുന്നത് ഫസ്റ്റ് ഹൗസ്. നിങ്ങളുടെ വ്യക്തിത്വം, ഇമ്മ്യൂണിറ്റി എല്ലാം നോക്കുന്നത് 1ാമത്തെ ഭാവമാണ്. അപ്പോൾ 1ാമത്തെ ഭാവത്തിൽ ഇരിക്കുന്നത് കേതുവാണെന്ന് പറഞ്ഞു. 1ാമത്തെ ഭാവത്തിൻ്റെ സ്വാമിയായ സൂര്യൻ 12ാമത്തെ ഹൗസിലും. അപ്പോൾ നിങ്ങൾക്ക് ഓഗസ്റ്റ് 17 വരെ നിങ്ങളുടെ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ രാശിസ്വാമി സൂര്യൻ 12ാമത്തെ ഹൗസിൽ, 12ാം ഹൗസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൻ്റെ, ചിലവിൻ്റെ, രോഗത്തിൻ്റെ ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ 17ാം തീയതിയോടുകൂടി സൂര്യൻ നിങ്ങളുടെ 1ാമത്തെ ഹൗസിൽ, നിങ്ങളുടെ ലഗ്നത്തിൽ വരുന്നത് വരെ നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. പുറത്തുനിന്ന് ആഹാരമൊക്കെ കഴിക്കുന്നവർ വളരെയേറെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി വളരെ കുറഞ്ഞു പോകുന്ന ഒരു സമയം. അതും കൂടാതെ ഇപ്പോൾ മഴക്കാലം കൂടെ ആണ്. അപ്പോൾ ആഹാരത്തിൽ വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. 17ാം തീയതിയോടുകൂടി സൂര്യൻ സ്വന്തം ഭാവത്തിൽ, സ്വന്തം രാശിയിൽ വരുമ്പോഴത്തേക്കും ഇത് എന്തു വന്നാലും പിടിച്ചു നിൽക്കുന്നതിനുള്ള ഒരു കഴിവ് സൂര്യൻ നിങ്ങൾക്ക് തരും. അതുവരെ എല്ലാവരും ശ്രദ്ധിക്കുക. സ്നേഹബന്ധം അത് നോക്കുന്നത് 5ാമത്തെ ഹൗസിലാണ്. ശുക്രൻ്റെയും ശനിയുടെയും ഒക്കെ ദൃഷ്ടി വരുന്നത് കൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ആളിൻ്റെ സ്വഭാവം കുറച്ചൊന്നും മൂടിയാകുന്നതിനുള്ള ഒരു സമയം. അതുകൊണ്ട് കുറച്ച് പിടിവാശിയൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിൽക്കുക. ഓഗസ്റ്റ് 17 ശേഷം വളരെ അനുകൂലമായ സമയമാണ്. ലവ് റിലേഷനിൽ എന്തെങ്കിലും വിധത്തിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നവരാണെങ്കിൽ അതെല്ലാം 17ാം തീയതിയോടുകൂടി മാറി നല്ല ഒരു അവസ്ഥയിൽ വരുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതം നോക്കുന്നത് 7ാമത്തെ ഹൗസാണ്. അപ്പോൾ 7ാമത്തെ ഹൗസിൻ്റെ സ്വാമിയായ ശനി 8ാമത്തെ ഹൗസിലാണ്. രാഹുവാണ് 7ാമത്തെ ഹൗസിൽ. ഇവർ രണ്ടുപേരും അനുകൂല ഫലങ്ങൾ നിങ്ങൾക്ക് തരില്ല. ചെറിയ കാര്യങ്ങളെ ചൊല്ലി അത് കലഹം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുമല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ മാസം നിങ്ങളുടെ ഭാഗ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ മാസം ഭാഗ്യം നിങ്ങളുടെ കൂടെയാണ്. നിങ്ങൾക്ക് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു സമയം. സെയിൽ പർച്ചേസിങ്ങിനോ, പ്രോപ്പർട്ടി സെയിൽ പർച്ചേസ് ചെയ്യുന്നതിനോ, അതും കൂടാതെ ട്രേഡിങ്ങോ, ഷെയർ മാർക്കറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഓഗസ്റ്റ് 17 ശേഷം വളരെ നല്ല സപ്പോർട്ടീവായിട്ടുള്ള സമയമാണ്. ഈ സമയം നിങ്ങൾക്ക് മംഗളകാര്യങ്ങൾക്കും നല്ല എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് കിട്ടുന്നതിനും ഉള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ ജോലി, ശുക്രനും വ്യാഴവും 11ാമത്തെ ഹൗസിലാണ്. ഈ സമയം നിങ്ങൾക്ക് ജോലി സംബന്ധിച്ച് ഉത്തരവാദിത്തങ്ങൾ കുറച്ച് കൂടുന്നതിനുള്ള സമയമാണ്.
ഓഗസ്റ്റ് 17 വരെ നിങ്ങളുടെ വാണിയിൽ കുറച്ച് കൺട്രോൾ വേണം. സംസാരം കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ കേതു 1-ാം ഭാവത്തിൽ നിങ്ങളെ അത് രഹസ്യമയമാക്കുന്ന ചില കാര്യങ്ങളും നിങ്ങളിൽ ഉണ്ടാവുന്നതാണ്. ഓഗസ്റ്റ് 17 ശേഷം ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും പ്രശംസകൾ കിട്ടുവാനുമുള്ള യോഗമാണ് കാണുന്നത്. ചിങ്ങരാശിക്കാർക്ക് ഇപ്പോൾ അഷ്ടമശനിയുടെ കാലമാണ്. അഷ്ടമശനി നിങ്ങളെ കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യിപ്പിച്ചേ വിടുകയുള്ളൂ. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് നല്ല ഒരു ജോലി കിട്ടാനും ഉള്ള യോഗം ഈ സമയം ഉണ്ട്. ബിസിനസ് എങ്ങനെയെന്ന് നോക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. എന്തെന്ന് വെച്ചാൽ ബുധൻ 12-ാം ഹൗസിലാണ്, 12-ാം ഭാവത്തിലാണ് ബുധൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ഇൻകം ഉണ്ടാകും, പക്ഷെ അതുപോലെ തന്നെ ചിലവുകളും വർദ്ധിക്കുന്നതിനുള്ള സമയമാണ്. അടുത്ത മാസം എന്തെങ്കിലും വലിയ തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഗസ്റ്റ് വിട്ട് അടുത്ത മാസത്തേക്ക്, സെപ്റ്റംബർ മാസത്തേക്ക് നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യാവുന്നതാണ്. അടുത്ത മാസം ബെറ്റർ ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ: ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക. സൂര്യൻ്റെയും ശനിയുടെയും ബീജമന്ത്രം 108 പ്രാവശ്യം. ഉദിച്ചു വരുന്ന സൂര്യന് ജല അർപ്പണം ചെയ്യുക. പക്ഷികൾക്ക്, കിളികൾക്കൊക്കെ ആഹാരവും വെള്ളവും കൊടുക്കുക. അതുപോലെ തന്നെ മാതാപിതാക്കളെ സേവിക്കുക. നിങ്ങളാക്കിയ മാതാപിതാക്കളെ മറന്ന് ഒന്നും ചെയ്യാൻ നിങ്ങൾ തുനിയരുത്. ഇന്നത്തെ വാസ്തു ടിപ്പ്: വീട്ടിലെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി മണി പ്ലാന്റ് ഒരു ബ്ലൂ കളറിലുള്ള ഒരു ചെടിച്ചട്ടിയിൽ മണി പ്ലാന്റ് നടുക. അത് എവിടെ? കിഴക്ക് വടക്ക് ഭാഗത്ത്. ഇങ്ങനെ മണി പ്ലാന്റ് അവിടെ വയ്ക്കുന്നതോടുകൂടി നിങ്ങൾക്ക് നല്ല ഒരു അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ തന്നെ വെറ്റില കൊടി അവിടെ നടുന്നതും ഏറ്റവും നല്ലതാണ്. വീഡിയോ ഇത്രമേ ഉള്ളൂ. വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു.